ഹലോ, നമസ്കാരം. അപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പല വിഷയങ്ങൾ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ മദ്യത്തിനെ കുറിച്ചാണ്. മദ്യം കഴിക്കുന്ന ആളുകളാണ് കൂടുതൽ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആയിക്കോട്ടെ, അവർക്ക് മദ്യം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ വിൽക്കുന്നുണ്ട്, മദ്യം കഴിക്കുന്നുണ്ട്. പക്ഷെ മദ്യം കഴിക്കുമ്പോൾ നമ്മൾ ആധികാരികമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ, മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിന്തകളില്ലാതെയാവും. ചിന്തകൾ എപ്പോൾ നമ്മളെ ചിന്തകൾ നനയ്ക്കുക, നമ്മൾ ബോധം കെട്ടുപെടും. നമ്മുടെ ചിന്തകളില്ലാതെയാണ് ചെയ്യുന്നത്, ചിന്തകളെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിന്തകളെ തടഞ്ഞു നിർത്തും, ചിന്തകളില്ലാതെയും. എപ്പം നമ്മളുടെ സിരകളിലും തലയ്ക്കുള്ളിലും നിൽക്കുന്ന മദ്യത്തിൻ്റെ ലഹരി പോകുന്ന സമയത്ത് ഈ തടഞ്ഞു നിർത്തിയ എല്ലാ ചിന്തകളും ഇരച്ചു കയറി വരും. അപ്പോൾ ഇതുകൊണ്ട് പ്രയോജനമില്ല, താൽക്കാലിക ശമനം മാത്രമേ ഉള്ളൂ. പിന്നെ അയാൾ അതിന് സ്വാഭാവികമായിട്ട് അടിമേറ്റ് വേണം. അപ്പോഴും മദ്യം കഴിച്ചതുകൊണ്ട് നമുക്ക് ചിന്തകൾക്കോ അതുപോലെ ടെൻഷൻ മാറ്റാനോ, അതുപോലെ എല്ലാവരും ടെൻഷൻ മാറ്റാമെന്നാണ് പറയുന്നത്. നമ്മളെ ചിന്തകളില്ലാത്ത അവസ്ഥയ്ക്കോ അതുപോലെ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല, താൽക്കാലികം മാത്രം. പിന്നെ അതിന് അടിമയായിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാതും ചിന്തിച്ചിട്ട് മനസ്സിനെ മാറ്റാനുള്ള വേറെ എന്തെങ്കിലും ഇത് കിട്ടാതെയുള്ള വഴികൾ കണ്ടെത്തി ധ്യാനത്തിലൂടെ നമ്മളെ മനസ്സിനെ ഒരു ചിന്തകളിലേക്ക് മാറ്റി മനസ്സിനെ ചിന്തകൾ ഇല്ലാതാക്കാത്ത അവസ്ഥ കിട്ടാൻ പ്രയാസമാണ്. മനസ്സിനെ വേറെ ചിന്തകളിലേക്ക് മാറ്റുക. അങ്ങനെ എല്ലാവരും ശ്രമിക്കുക, മദ്യപാനം ഒഴിവാക്കുക. ഓക്കെ.